നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് തയ്യാറാണോ? നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, മധുരം എന്ന 5ാമത്തെ യൂണിറ്റിലെ താളും തകരയും എന്ന 2ാമത്തെ പാഠമാണ്. പണ്ടുകാലത്തെ നമ്മുടെ ഭക്ഷണശീലത്തെയും രീതികളെയുമാണ് ഈ ലേഖനത്തിലൂടെ നാം പരിചയപ്പെട്ടത്, അല്ലേ? ചക്ക കൊണ്ടുള്ള വിഭവങ്ങളെ നാം പരിചയപ്പെട്ടു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ? ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വയ്ക്കാം എന്നതിന് കണക്കില്ല. മൊളോഷ്യം വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, തീയലു വയ്ക്കാം, അവിയലു വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, മോരൊഴിച്ചുകൂട്ടാൻ വയ്ക്കാം, മെഴുക്കുപുരട്ടി വയ്ക്കാം, പൊടിത്തൂവൽ വയ്ക്കാം, എല്ലാം വയ്ക്കാം. ചക്കക്കുരുവും കായയും ചേർത്ത് വയ്ക്കുന്ന മെഴുക്കുപുരട്ടി ബഹുകേമമാണ്. ഇത് വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും. അതിനാൽ ഇത് വലിയ വീട്ടുകാരെല്ലാം വർഷകാലത്തെ കൂട്ടാറുള്ളൂ. അന്നേക്കു വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലവണ്ണം ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ 6 മാസത്തിലധികം ചീത്തയാകാതിരിക്കും. ചക്കക്കുരു പഴയതായാൽ ഗുരുത്വം കുറയും, ലഘുത്വം കൂടും. അതിനാൽ വേഗം ദഹിക്കും. വർഷകാലത്തേക്കു വേണ്ടി ചക്കയിൽ നിന്ന് ചക്കക്കുരു മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. അത്യാവശ്യം ചിലർ പച്ചച്ചക്കച്ചുള കൊണ്ട് പപ്പടം ഉണ്ടാക്കി വയ്ക്കും. ഈ ചക്കപ്പപ്പടം ഞാനിതുവരെ കണ്ടിട്ടുപോലുമില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാവുന്ന വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണല്ലേ? എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്? മൊളോഷ്യം, പുളിങ്കറി, തീയൽ, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറയുന്നു. മൊളോഷ്യം കേരളത്തിലെ പാലക്കാട് പ്രദേശത്ത് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറി കറിയാണിത്. ചക്കക്കുരു, മത്തങ്ങ, ചേന, മാങ്ങ എന്നിങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികളും തുവരപ്പരിപ്പും ചേർത്ത് ഉണ്ടാക്കുന്ന വിഭവമാണിത്. ഇവയിൽ ചിലത് നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. ഇതിന് കാരണം പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല, ചില പ്രദേശത്ത് മാത്രം ഉണ്ടാക്കുന്നവയും ഇക്കൂട്ടത്തിലുണ്ട്. ചക്കക്കുരു വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ്. സാന്ദ്രത കട്ടിയുള്ളത്, അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും. അതുകൊണ്ട് ഇതെങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്? വലിയ വീട്ടുകാരെല്ലാം വർഷകാലം, മഴക്കാലത്ത് മാത്രമേ ഇവ ഉപയോഗിച്ചിരുന്നുള്ളൂ. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ ഫ്രിഡ്ജ് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ എങ്ങനെയാണത് സൂക്ഷിച്ചിരുന്നതെന്ന് പറയുന്നു. ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ 6 മാസം വരെ ചീത്താകാതെ സൂക്ഷിക്കാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചിരുന്നത് എന്നറിയാമോ? ചക്കക്കുരു പഴയതായാൽ ഗുരുത്വം കുറയും, ലഘുത്വം കൂടും. ഗുരുത്വം കാഠിന്യം, ലഘുത്വം കനക്കുറവ്. അതുകൊണ്ട് തന്നെ വേഗം ദഹിക്കും. മഴക്കാലത്തേക്ക് വേണ്ടി ചക്കയിൽ നിന്ന് ചക്കക്കുരു മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. ചിലർ പച്ച ചക്കച്ചുള കൊണ്ട് പപ്പടം ഉണ്ടാക്കി വെക്കും എന്നും കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്. പക്ഷെ മാഷ് പോലും ഇതുവരെ ആ പപ്പടം കണ്ടിട്ടില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മാങ്ങയും പലതരത്തിൽ സൂക്ഷിക്കാറുണ്ട്. കണ്ണിമാങ്ങ ഉപ്പിലിട്ടുകൊണ്ടും കടുമാങ്ങയായും, മൂത്ത മാങ്ങ ഉപ്പുമാങ്ങയായും, ചെത്തുമാങ്ങ കറിയായും, അടമാങ്ങയായും. മാമ്പഴം കൊണ്ട് തിരമാങ്ങയും ഉണ്ടാക്കാം. തിരമാങ്ങയും അടമാങ്ങയും എന്തെന്ന് മനസ്സിലായില്ല അല്ലേ? പറയാം. വെയിലത്ത് ചിക്കപ്പായ വിരിച്ച്, അതിൽ കിടക്കപ്പായ വിരിച്ച്, അതിൽ മല്ലുമുണ്ട് വിരിച്ച്, അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിച്ച് ഉണക്കിയെടുക്കുന്നതാണ് തിരമാങ്ങ. മാങ്ങാത്തിര എന്നും പറയും. പച്ചമാങ്ങ പൂളി കഷ്ണങ്ങളാക്കി ഉപ്പ് പുരട്ടി ഉണക്കിയെടുക്കുന്നതാണ് അടമാങ്ങ. ഇത് രണ്ടും കൊണ്ടും കൂട്ടാൻ വയ്ക്കാം. അപ്പോൾ ചക്ക വിശേഷം കഴിഞ്ഞ് ഇനി മാങ്ങയെ പറ്റി പറയുകയാണല്ലേ? മാങ്ങ പലതരത്തിൽ സൂക്ഷിക്കാറുണ്ട്.
നിങ്ങൾക്ക് കണ്ണിമാങ്ങയും ഉപ്പുമാങ്ങയും ഒക്കെ അറിയാമായിരിക്കും. എന്നാൽ തിരമാങ്ങ എന്നൊരു വിഭവത്തെ പറ്റി ഇവിടെ പറയുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. വെയിലത്ത് ചിക്കപ്പായ വിരിച്ച്, ചിക്കപ്പായ എന്നാൽ ധാന്യങ്ങൾ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരം പായാണ്. അതിൽ കിടക്കപ്പായ വിരിച്ച് അതിൽ മല്ലുമുണ്ടെന്നാൽ നല്ല പരുത്തി കൊണ്ടുള്ള മുണ്ട്, അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിച്ച് ഉണക്കിയെടുക്കുന്നതാണ് തിരമാങ്ങ. പച്ചമാങ്ങ പൂളുക, മുറിക്കുക, ഉപ്പു പുരട്ടി ഉണക്കിയെടുക്കുന്നതാണ് അടമാങ്ങ. ഇത് രണ്ടും കൊണ്ടും കൂട്ടാൻ വയ്ക്കാം. ചക്ക വിഭവങ്ങളെയും മാങ്ങ വിഭവങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? വീട്ടിൽ അമ്മയോടോ അമ്മുമ്മയോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതുവരെ പഠിപ്പിച്ച ഭാഗം നിങ്ങൾ നന്നായി വായിച്ചു നോക്കണം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.